ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 13 ശ്ലോകം 9. ഹിരണ്യാക്ഷവധം കഴിഞ്ഞ് സകല ലോകങ്ങളെയും രക്ഷിച്ച വരാഹമൂർത്തിയെ യജ്ഞസ്വരൂപമായി കണ്ട് ഋഷിശ്രേഷ്ഠന്മാർ അർത്ഥസാന്ദ്രമായ വാക്കുകളാൽ പ്രശംസിച്ചുകൊണ്ട് സ്തുതിച്ചു എന്നാണ്. വളരെ അത്ഭുതകരമായ രീതിയിൽ മുനിമാർ ഭഗവാന്റെ വരാഹരൂപത്തിനെ ഒരു യജ്ഞത്തിൻ്റെ ഭാഗങ്ങളായിട്ട് കാണുക എന്ന ഒരു വിചിത്രമായിട്ടുള്ള കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കി ആ ഒരു ഭാവനയിൽ നമുക്ക് ഭഗവാനെ വരാഹമൂർത്തിയെ ദർശിക്കാൻ സാധിച്ചാൽ നമ്മളുടെ സത്വഗുണം വർദ്ധിക്കും, ഭക്തി വർദ്ധിക്കും, ഭഗവാനെ നമ്മുടെ മനസ്സിൽ സ്ഥിരമായി പ്രതിഷ്ഠിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പ്രസിദ്ധമായിട്ടുള്ളതാണ് ഈ യജ്ഞവരാഹ കൽപ്പന. ശുദ്ധമായ മനസ്സോടുകൂടി ഭഗവാന്റെ ഈ രൂപം ഹൃദയത്തിൽ ശാന്തമായിരുന്ന് ദർശിച്ചാൽ ഒരു യജ്ഞം നടത്തുന്ന തൃപ്തി ലഭിക്കും എന്ന് അനുഭവമുള്ളവർ പറയുന്നു. മറ്റൊരവതാരത്തിലും ഇതുപോലെ ഒരു കൽപ്പന ഇല്ല. ഒരു യജ്ഞത്തിന് എന്തൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ വരാഹമൂർത്തിയുടെ ഓരോ അവയവങ്ങളായിട്ട് ശ്രേഷ്ഠരായിട്ടുള്ള മുനിമാർ കാണുകയാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപം നമ്മളുടെ മനസ്സിലും പ്രവേശിക്കട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ശ്ലോകം നോക്കാം. 9ാമത്തെ ശ്ലോകം. ത്വബി ഛന്ദോ രോമസ്വപി കുശഗണ ചക്ഷുഷി ഘൃതം ചതുർഹോതാരോ അംഘ്രൗ സൃക് അഭിവദനേ ച ഉദര ഇഡാ ഗ്രഹാ ജിഹ്വായാം തേ പരപുരുഷ കർണേ ച ചമസ വിഭോ സോമോ വീര്യം വരദ ഗളദേശേ അഭ്യുപസദാ. അർത്ഥം: ഭഗവാനെ അവിടുത്തെ ത്വക്കിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ത്വക്കിൻ്റെ പുറമെ ഗായത്രി തുടങ്ങിയിട്ടുള്ള ഛന്ദസ്സുകളെയാണ്, താളങ്ങളെയാണ് ഞങ്ങൾ കാണുന്നത്. രോമസു അഭി കുശഗണ, രോമത്തിൻ്റെ സ്ഥാനത്ത് ദർഭപ്പുല്ലുകൾ, ധാരാളം ദർഭപ്പുല്ലുകളെ ഞങ്ങൾ കാണുന്നു. ചക്ഷുഷി ഘൃതം, കണ്ണുകൾ യജ്ഞത്തിനുള്ള പവിത്രമായ നെയ്യാകുന്നു. പാദങ്ങൾ ചതുർഹോതാരോ അംഘ്രൗ, 4 പാദങ്ങളും 4 ഹോതാക്കളാകുന്നു. അതൊക്കെ നമുക്ക് ആ യജ്ഞത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും അത്ര അറിയില്ലല്ലോ. എന്നാലും ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം അധ്വർയു, ഉദ്ഗാതാവ്, ഹോതാവ്, ബ്രഹ്മൻ എന്നീ 4 ഹോതാക്കളാണ് ഒരു യജ്ഞം നടത്തുമ്പോൾ ഉണ്ടാവേണ്ടത്. അവർ 4 പേരുമാണ് വരാഹമൂർത്തിയുടെ 4 പാദങ്ങൾ. വദനേ സൃകബി, അങ്ങയുടെ നീണ്ട വായ, വരാഹത്തിൻ്റെ വായയുടെ സ്ഥാനത്ത് ഹോമദ്രവ്യം എടുക്കുന്നതിനുള്ള ആ ഒരു സ്പൂണ് പോലെയുള്ള ഉപകരണമുണ്ട്, സൃക്, അതാകുന്നു. ഉദരേ ഇട, ഉദരം ആ വരാഹത്തിൻ്റെ വയറ്, ഇട എന്ന യാഗത്തിൻ്റെ ഹവ്യം ആകുന്നു, ഹവിസാകുന്നു, പുരോടാശം എന്ന് പറയുന്നത്. ജിഹ്വായാം ഗ്രഹ, ഗ്രഹ എന്ന് പറഞ്ഞ സോമപാന പാത്രങ്ങളാണ് നാവ്. കർണേ ചമസാച, ചെവികൾ ഭക്ഷണപാത്രങ്ങളാകുന്ന ചമസം ആകുന്നു. വിഭോ തേ വീര്യം സോമ, സോമലത പിഴിഞ്ഞ് കിട്ടുന്ന ആ യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന സോമരസമാകുന്നു ഭഗവാനെ അവിടുത്തെ വീര്യം. ഗളദേശേ അഭി ഉപസദ, കഴുത്തിൽ കണ്ഠപ്രദേശം ഉപസദങ്ങളാകുന്നു. ഉപയജ്ഞങ്ങൾ, ഇഷ്ടികൾ എന്ന് പറയും, ചെറിയ ചെറിയ യജ്ഞങ്ങളാകുന്നു ഭഗവാന്റെ കഴുത്ത്. ഭഗവാനെ വിഭോ, സർവത്ര നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനായിട്ടുള്ള ഈശ്വര, അങ്ങയെ യജ്ഞവരാഹമൂർത്തിയായി ഞങ്ങൾ കാണുന്നു എന്നാണ്. വളരെ വിശേഷപ്പെട്ട ഒരു സങ്കല്പമാണത്. അവിടുത്തെ ത്വക്കിൻ്റെ സ്ഥാനത്ത് ഛന്ദസ്സും, രോമം ദർഭപ്പുല്ലും, കണ്ണുകൾ ഹോമത്തിനുള്ള നെയ്യും, കാലുകൾ 4 ഹോതാക്കളും, വായ പുരോടാംശം എടുക്കുന്ന ആ നീളത്തിലുള്ള സൃക് എന്ന
ഉപകരണവും, ജിഹ്വ സോമരസപാത്രങ്ങളും, ശ്രോത്രം ഹോമശേഷം വയ്ക്കുന്ന പാത്രങ്ങളും, ഉദരം പുരോടാശവും, വീര്യം സോമരസവും, ഗളപ്രദേശം ഉപയജ്ഞങ്ങൾ വലിയ യജ്ഞത്തിൽ ചെറിയ ചെറിയ യാഗങ്ങൾ നടത്തുമത്രേ, അതും ആകുന്നു. ഭഗവാനെ ഇവിടെ ഭട്ടതിരിപ്പാട് പലതരത്തിൽ വിളിക്കുന്നുണ്ട്. പരമപുരുഷ, വരദ, വിഭോ എന്നൊക്കെ വിളിക്കുക, ഭക്തി ഇങ്ങനെ വല്ലാതെ വർദ്ധിക്കുമ്പോൾ. ഛന്ദസ് എന്ന് പറഞ്ഞാൽ താളമാണ്. ഭഗവാന്റെ ശരീരത്തിന് പുറമെ ത്വക്കിൽ താളം നിറഞ്ഞു നിൽക്കുകയാണ് വളരെ കൃത്യമായിട്ട്. കണ്ണിൽ നെയ്യ് എന്ന് പറയുമ്പോൾ സ്നേഹം എന്നല്ലേ, ആർദ്രത, കാരുണ്യം നിറഞ്ഞു നിൽക്കുന്നു. 4 ഹോതാക്കൾ എന്ന് പറഞ്ഞാൽ ഹോതാവ് ഹോമം ചെയ്യുന്ന ആൾ, അധ്വർയു യാഗത്തിൻ്റെ ക്രിയകളൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ്, ഉദ്ഗാതാവ് എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ ആലപിക്കുന്ന ആളാണ്, ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ യാഗത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആളാണ്. മറ്റൊരു തരത്തിൽ പറയുമ്പോൾ ഹോതാവ് ഋഗ്വേദ മന്ത്രങ്ങൾ ചൊല്ലും, അധ്വർയു യജുർവേദ മന്ത്രങ്ങൾ ചൊല്ലും, ഉദ്ഗാതാവ് സാമവേദ മന്ത്രങ്ങളും ചൊല്ലുന്നു. ബ്രഹ്മൻ എന്ന 4ാമത്തെ ആൾ സദാ ഓം ഓം എന്ന് പറഞ്ഞ് ഓംകാരം ജപിക്കും എന്നാണ്. സൃക്ക് ജുഹു എന്ന് പറയുന്ന മന്ത്രങ്ങളോടൊക്കെ കൂടിയിട്ട് ഹോമദ്രവ്യം അഗ്നിയിലേക്ക് ഒഴിക്കാൻ ഉള്ള ഒരു വലിയ നീണ്ട ഒരു ഉപകരണമാണ്. ഉദരം ആകുന്നത് പുരോടാശ പാത്രം, ആ പാത്രത്തിലേക്ക് ഹവ്യങ്ങൾ ഈ സൃക്ക് കൊണ്ട് ഒഴിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ നാവ് ഒന്ന്, വയറ് ഒന്ന് എന്നൊക്കെ അതിന് ബന്ധമുണ്ടല്ലോ. നാവാണ് സോമരസപാന പാത്രം, അതിന് ഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. ചെവി ഹോമശേഷം വയ്ക്കുന്ന പാത്രം, അതിന് ചമസ് എന്ന് പറയുന്നു. യാഗത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ യാഗങ്ങൾ തന്നെയാണ് ഉപസത്തുക്കൾ, അത് ഭഗവാന്റെ കഴുത്തും ആകുന്നു. ഭഗവത് സ്മരണയോടുകൂടിയിരിക്കുന്ന, മനഃശുദ്ധിയോടുകൂടിയിരിക്കുന്ന നമ്മളുടെ അവയവങ്ങളും ഭഗവാന്റെ ഈ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ പോലെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കണം എന്നാണ്. യജ്ഞം ചെയ്യുന്നത് എപ്പോഴും സർവഭൂതഹിതത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മളുടെ ഓരോ പ്രവൃത്തികളും സർവഭൂതങ്ങളെയും, എല്ലാം ഭഗവാന്റെ സൃഷ്ടി തന്നെയാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ നന്മ വരട്ടെ എന്നാഗ്രഹിച്ച് ആരോടും ഒരു അവഗണനയോ മത്സരമോ ഇല്ലാതെ സർവത്ര കാരുണ്യം, സ്നേഹം അങ്ങനെ വേണം. ഒരാളെയും വേറിട്ട് കാണാതിരിക്കാനുള്ള കഴിവ് വളരെ 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 അപൂർവമാണ്. അത് ഈ യജ്ഞസങ്കല്പം മനസ്സിൽ വന്നാൽ അതുണ്ടാകും എന്നാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, സർവ്വർക്കും ഇങ്ങനെ വിഭജിച്ച് കൊടുക്കണം എന്നുള്ള ആ ഭാവനയാണ്. ജഠരാഗ്നി, നമ്മൾ ഭഗവത്ഗീതയിലൊരു ശ്ലോകമുണ്ട്, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. അത് കേട്ടിട്ടുണ്ടാവും. പല ആശ്രമങ്ങളിലും സ്കൂളുകളിലുമൊക്കെ ഭക്ഷണത്തിന് മുൻപായിട്ട് കുട്ടികളോട് ഈ ശ്ലോകം ചൊല്ലാൻ പറയും. ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് ഒരു യജ്ഞം പോലെ ഓരോ കർമ്മവും വേണം. അപ്പോൾ ഏറ്റവും സാധാരണയായിട്ടുള്ളത് ഭക്ഷണം കഴിക്കുന്ന ആ കർമ്മത്തിൽ ഈ യജ്ഞഭാവന ഉണ്ടാകണം. ഹോമാഗ്നി പോലെ ജഠരാഗ്നി നമ്മളുടെ ഉള്ളിൽ ജ്വലിക്കുന്നുണ്ട്. ശാസ്ത്രജ്ഞന്മാർ അത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എന്നൊക്കെ പറയുമല്ലോ. ആ ജഠരാഗ്നിയിലേക്ക് ഭക്തിയോടുകൂടി, നന്ദിയോടുകൂടിയിട്ട് വിശിഷ്ടമായിട്ടുള്ള ഒരു ഹോമം ചെയ്യാൻ എന്നുള്ള ആ വിചാരത്തോടു കൂടി വേണം ഭക്ഷണം കഴിക്കാൻ എന്നാണ്. സകല കർമ്മവും ബ്രഹ്മാണ്. നമ്മുടെ ക്രിയകളൊക്കെ ബ്രഹ്മത്തിനുള്ള പൂജകളായിട്ട് ചെയ്യാൻ, അതാരായാലും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ അവർക്ക് അറിവ് കൂടും, ഭക്തി കൂടും, ഒടുവിൽ ഭഗവാനോട് യോജിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ശ്രേഷ്ഠരായിട്ടുള്ള മഹർഷിമാർക്ക് വരാഹമൂർത്തിയെ മറ്റൊരു തരത്തിൽ കാണാൻ സാധിക്കുകയാണ്. ഭാഗവതത്തിൽ ഈ ഭാഗം കുറച്ചും കൂടി വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് സർവ്വലക്ഷണങ്ങളും തികഞ്ഞ് പൂർണ്ണമായിട്ടുള്ള ഒരു യാഗമായി ഋഷിമാർക്ക് കാണാൻ സാധിച്ച വരാഹമൂർത്തിയെ സ്മരിച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നും കൂടിയും ചൊല്ലാം.
त्वबिच्छन्दो रोमस्वभि कुशगण चक्षुषि घृतं चतुर्होतारो अङ्घ्रौ सृग् अभिवदने च उदर इडा ग्रहा जिह्वायां ते परपुरुष कर्णे च चमसा विभो सोमो वीर्यं वरद गलदेशे अपि उपसदा। ॐ तत्सत्। सर्वं कृष्णार्पणमस्तु।